കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപന്തൽ റോഡ് തകർന്നതോടെ യാത്രാ ദുരിതം രൂക്ഷമാണ്. ദേശീയപാത വികസനത്തെ തുടർന്ന് ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി തിരിച്ചുവിട്ടത്. ഈ റോഡിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 1000-ലേറെ വിദ്യാർത്ഥികളും ഈ റോഡിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. കുഴിയടയ്ക്കാൻ 25 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് പര്യാപ്തമല്ല. AK അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വേങ്ങേരിയിലെ ഓവർപാസ് നിർമ്മാണം ചെറിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. കാരണം അവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനൊക്കെ താമസം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ അവിടെ റോഡ് പണി അനിശ്ചിതത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അതോടൊപ്പം ഈ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ ഏതാണ്ട് 100ഓളം ബസ്സുകളും അതോടൊപ്പം 1000-ലേറെ മറ്റ് വാഹനങ്ങളുമായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. ഇവിടെ റോഡ് അടച്ചതോടുകൂടി മാളിക്കടവ് അതോടൊപ്പം തന്നെ തണ്ണീർപന്തൽ റോഡ് വഴിയാണ് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ മാളിക്കടവ് തണ്ണീർപന്തൽ റോഡ് ആ റോഡിൻ്റെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിറയെ കുണ്ടും കുഴിയുമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ മഴ പെയ്തോടുകൂടി തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നിരവധി വാഹനങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഈ കുഴി രൂപപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ ഇരുവശങ്ങൾ കീറിയിടുകയും അതോടൊപ്പം തന്നെ മണ്ണിടുകയും ചെയ്തിരുന്നു. പക്ഷേ റോഡ് പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കങ്ങളൊന്നും ഒരു ഭാഗത്തും ഉണ്ടായില്ല. ഇപ്പോൾ മഴ കനത്തോടുകൂടി തന്നെ ഈ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഏതായാലും വലിയ തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് നിരവധി ആളുകൾ കടന്നു പോരുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടുത്തെ ആളുകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർത്തുകയും ശയന പ്രദക്ഷിണം അടക്കമുള്ള സമരമുറകളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പോൾ ഫലം കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 25 ലക്ഷം രൂപ നേരത്തെ ഇവിടെ ഈ കുണ്ടും കുഴി അടയ്ക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇത് മതിയാവില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും നമുക്ക് അവരുടെ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന കാര്യം കൂടി കേൾക്കാം. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ശോചനാവസ്ഥകൾ കണ്ടില്ലേ പൂർണ്ണമായും. ഇപ്പോൾ ഇവിടെ 3 സ്കൂളുകൾ 2 ITIകളും ഒരു MSS സ്കൂൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങളും നിരവധി സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അതിന് ഈ അധികൃതരുടെ അനാവസ്ഥ മാത്രമാണ് ഇതിന് ഉത്തരവാദി. കാരണം ഇത്രയും വലിയൊരു ട്രാഫിക് ഇതുവഴി കടത്തിവിടുമ്പം അതിനുള്ളൊരു മുൻ വിധിയെടുക്കാതെ ഇത് യഥേഷ്ടം അത് തുടരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം 2 വീലർമാർ അപകടത്തിൽ സംഭവിക്കുക, കുഴി ചാടുക, മറഞ്ഞു വീഴുന്നത് ബസ്സിൻ്റെ ഉള്ളിലേക്കാകാത്തതും ലോറി വലിയ വാഹനത്തിനുള്ളിലാകാത്തതും ഭാഗ്യം. റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ റോഡിൻ്റെ കുഴിയിൽ കിടന്ന് ശയന പ്രദർശനമൊക്കെ നടത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉയർത്തിയ ആളാണ് താങ്കൾ. അത്രയ്ക്ക് വലിയൊരു ദുരിതമാണോ ഇവിടെ അനുഭവപ്പെടുന്നത്? ജനങ്ങൾ വർഷങ്ങളായിട്ട് ദുരിതത്തിലാണ് ഈ റോഡ് കാരണം. ഒട്ടനവധി കുഴികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിനകത്ത് കൂടെ വാഹനത്തിന് പോകാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ 3-4 തവണയായിട്ട് സമരങ്ങൾ നടത്തിയതാണ്. ഇനിയും ഞങ്ങൾ സമരത്തിന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുന്നത്? ശരിക്കും നിങ്ങളോട് പറയാനുള്ളത്, റിപ്പോർട്ടർ ചാനലോട് പറയാനുള്ളത്, കാരണം നിങ്ങൾ ഒരുപാട് ഇതുപോലത്തെ ജനകീയ ഇഷ്യൂസ് പൊതുജന മധ്യത്ത് കൊണ്ടുവന്ന് അത് നടപ്പാക്കാൻ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഇവർ പറയുന്നത് ഇടപെടൽ എല്ലാ ഭാഗത്തും വേണം എന്നുള്ള കാര്യമാണ്. നമുക്ക് ഇതാ കാണുന്ന കുട്ടികളെ കാണാം. ഏതാണ്ട് 1000-ഓളം കുട്ടികളാണ് ഇവിടെയുള്ള വിവിധ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ കോളേജുകളായി പഠിക്കുന്നത്. ഈ കുട്ടികളാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ വരുമ്പോഴൊക്കെ വലിയ തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത്. ഇവർക്ക് ഈ കുഴികളിലൂടെ കടന്നു വരണം, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ മുട്ടാതെയൊക്കെ കടന്നു വേണം ഇവർക്ക് വരാൻ എന്ന് വേണം പറയാൻ. അത്രയും ദുരിതമായ ഒരു സ്ഥിതിയാണ് ഇവിടെ ഒന്ന് വേണം പറയാൻ. എങ്ങനെയാണ്? പരിതാപകരാണ്, ഭയങ്കര പരിതാപകരാണ്. എതിലൂടെ പോയാലും മേത്തൊക്കെ ചെളി തീർക്കുക. ബസ് പോയതായി കാണുന്നത്. ഞങ്ങൾ ഏതായാലും ഇതാ ഈ വിദ്യാർത്ഥികളൊക്കെ പറയുന്നത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണം എന്നുള്ള കാര്യം കൂടിയാണ്. കാരണം 1000-ലേറെ വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ മാത്രം ഈ റോഡിലുള്ള വിവിധ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലടക്കം പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്നൊരു പരിഹാരം കാണണം എന്നുള്ള കാര്യം കൂടിയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്തത്. നമുക്ക് റോഡിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യം കൂടിയാണ്. വളരെ അപകടകരമായ രീതിയിൽ ആണ് ഇപ്പോൾ ഡ്രൈവിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വാഹനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഡ്രൈവർമാരെ കൊണ്ടോ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവണം. ദേശീയപാത വികസനം പൂർത്തിയാകുന്നവരെ കാത്തിരുന്നാൽ വലിയ ദുരന്തത്തിനായിരിക്കും ഇവിടെ സാക്ഷ്യം വഹിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
അഭിലാഷിന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ് അതിവേഗത്തിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കണം, അവിടുത്തെ പാച്ച് വർക്കുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ ദുരിതം നേരിടുന്നുണ്ട്. യാത്രാ ദുരിതം ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി കാണാതിരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കെ അഭിലാഷിൻ്റെ റിപ്പോർട്ടാണ് വിശദമായി പ്രേക്ഷകർ കണ്ടത്.